ഹലോ സ്റ്റുഡൻസ്, നമ്മൾ കോമ്പൗണ്ട് ആംഗിൾസിൻ്റെ സെക്കൻഡ് വീഡിയോ ആണിത്. ഫസ്റ്റ് വീഡിയോയിൽ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് കുറേ പ്രോബ്ലംസും കൂടെ നമുക്ക് ചെയ്യണം. ഇനിയെല്ലാം പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള പ്രോബ്ലംസ് ആണ്. പഴയ സിലബസിൽ ഈ പ്രോബ്ലംസ് ഒക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ ടാൻ എ തന്നിട്ടുണ്ട്, സൈൻ ബി തന്നിട്ടുണ്ട്. ഈ ടാൻ എയും സൈൻ ബിയും തന്നിട്ടുണ്ടെങ്കിൽ സൈൻ എ മൈനസ് ബിയുടെയും കോസ് എ പ്ലസ് ബിയുടെയും വില കണ്ടുപിടിക്കണം. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. ഇപ്പോൾ ടാൻ എ 3/4. അപ്പോൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുക. ഈ ആംഗിൾ എ എന്ന് മാർക്ക് ചെയ്യുക. ഈ ആംഗിൾ എ റൈറ്റ് ട്രയാങ്കിൾ. ടാൻ എ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പം ന്യൂമറേറ്റർ ഓപ്പോസിറ്റ് സൈഡ്, ഡിനോമിനേറ്റർ അഡ്ജസൻറ്റ് സൈഡ്. ഇനി നമുക്ക് ഈ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കണം. അതിന് എക്സ് എന്ന് കൊടുക്കാം. ഹൈപ്പോട്ടന്യൂസ് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യണം. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എക്സ് സ്ക്വയർ is equal to base square 4 square plus altitude square 3 squared. X squared is equal to ഇത് 16 plus 9 ആണ്. 16 plus 9 25. X is equal to 5. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഹൈപ്പോട്ടന്യൂസ് കിട്ടി, 5 എന്ന് കിട്ടി. ഇനി ഇതിൽ നിന്ന് നമുക്ക് സൈൻ എയും കോസ് എയും കണ്ടുപിടിക്കാം. സൈൻ എയുടെ ഡെഫിനിഷൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ 3/5. കോസ് എ എന്ന് പറയുന്നത്, ഇനി ക്വാഡ്രന്റ് നോക്കണം. ക്വാഡ്രന്റ് തേർഡ് ആണ്. തേർഡ് ക്വാഡ്രന്റിൽ സൈൻ നെഗറ്റീവ്, അപ്പോൾ -3/5. അടുത്ത കോസ് എ കണ്ടുപിടിക്കണം. കോസ് എ എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 4/5. ക്വാഡ്രന്റ് തേർഡ് ക്വാഡ്രന്റിൽ കോസ് നെഗറ്റീവ്, അപ്പോൾ കോസ് എയും സൈൻ എയും ഇവിടെ നെഗറ്റീവ് എന്ന് കിട്ടും. അടുത്ത നമുക്ക് സൈൻ ബി ഈസ് ഈക്വൽ ടു 5/13 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുക. ഇത് ആംഗിൾ ബി, ഇത് 90 ഡിഗ്രി. സൈൻ ബി തന്നിട്ടുണ്ട്, അതായത് ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും തന്നിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡ് ന്യൂമറേറ്റർ 5, ഡിനോമിനേറ്റർ ഹൈപ്പോട്ടന്യൂസ് 13. ഇങ്ങനെ വരും. ഈ അഡ്ജസന്റ് സൈഡ് അറിയത്തില്ല, അതിന് എക്സ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യണം. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ 13 സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ, അതായത് എക്സ് സ്ക്വയർഡ് പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ 5 സ്ക്വയർഡ്. ഇത് 169. ഈ 5 സ്ക്വയറിനെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരുന്നാൽ -25 ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർഡ്. എക്സ് സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു 144 എന്ന് വരും. 169 - 25 144 ആണ്. എക്സ് എന്ന് പറയുന്നത് 12 എന്ന് വരും. സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 12 സ്ക്വയർഡ് ആണ് 144. അപ്പോൾ എക്സിന്റെ വാല്യൂ 12. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് സൈൻ ബിയും കോസ് ബിയും എഴുതണം. സൈൻ ബി ഓൾറെഡി തന്നിട്ടുണ്ട് 5/13. കോസ് ബി കണ്ടുപിടിക്കണം. കോസ് ബി അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസന്റ് സൈഡ് 12 ആണ്, അപ്പോൾ 12/13. ക്വാഡ്രന്റ് സെക്കൻഡ് ആയതുകൊണ്ട് കോസ് ബി നെഗറ്റീവ്, -12/13. അപ്പോൾ ഇവിടെ ആദ്യം കണ്ടുപിടിക്കേണ്ടത് സൈൻ എ, കോസ് എ, സൈൻ ബി, കോസ് ബിയുടെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്ക് സൈൻ എ മൈനസ് ബി ഇവാലുവേറ്റ് ചെയ്യാം. സൈൻ എ മൈനസ് ബി, അതിനൊരു ഫോർമുലയുണ്ട്. ആ ഫോർമുല ആദ്യം എഴുതണം. സൈൻ എ മൈനസ് ബി ഇസ് ഈക്വൽ ടു സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. ഇതാണ് സൈൻ എ മൈനസ് ബിയുടെ ഫോർമുല. സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി ഇസ് ഈക്വൽ ടു സൈൻ എയുടെ വാല്യൂ -3/5 ഇൻറ്റു കോസ് ബിയുടെ വാല്യൂ. കോസ് ബിയുടെ വാല്യൂ -12/13
അപ്പോൾ സൈൻ എയുടെയും കോസ് ബിയുടെയും വില എഴുതി. മൈനസ് കോസെ. കോസെ എന്ന് പറഞ്ഞാൽ -4/5 ഇൻറ്റു സൈൻ ബി. സൈൻ ബി 5/13 ഇസ് ഈക്വൽ ടു ഇത് -3 -12 പ്ലസ് ആവും. 2 മൈനസ് പ്ലസ് ആവും. 12 × 3 36 ഡിവൈഡഡ് ബൈ ഇത് 13 × 5 65. 36/65. ഇത് മൈനസ് മൈനസ് പ്ലസ് ആണ്. പ്ലസ് 5 × 4 20. 20/65 ഇസ് ഈക്വൽ ടു 36 + 20 എന്ന് പറയുന്നത് 56 ആണ്. 56/25. ഇതാണ് സൈൻ എ മൈനസ് ബിയുടെ വാല്യൂ. ഇനി നമുക്ക് കോസ് എ പ്ലസ് ബി കണ്ടുപിടിക്കണം. കോസ് എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ കോസ് എ പ്ലസ് ബിയുടെ ഫോർമുല എഴുതണം. കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. ഈ ഫോർമുല ഒന്നും മറന്നു പോകരുത്. ഫോർമുല മറന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കോസ് എ പ്ലസ് ബിയുടെ ഫോർമുല എഴുതി. ഇനി കോസയുടെ വാല്യൂ -4/5 -4/5 ഇൻറ്റു കോസ് ബിയുടെ വാല്യൂ -12/13 -4/5 ഇൻറ്റു -12/13 മൈനസ് സൈനയുടെ വാല്യൂ -3/5 ഇൻറ്റു സൈൻ ബിയുടെ വാല്യൂ 5/13 ഇസ് ഈക്വൽ ടു ഇത് മൈനസ് മൈനസ് പ്ലസ് ആവും. 12 × 4 48. 48/65. ഇത് മൈനസും മൈനസും പ്ലസ് 5 × 3 15. 15/65. 48 + 15 63. 63/65. 7 മാർക്കിൻ്റെ പ്രോബ്ലമായിട്ട് മാത്രമേ ഇത് ചോദിക്കാൻ പറ്റൂ. ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 7 മാർക്ക് കിട്ടും. അല്ലെങ്കിൽ അപ്പം കോസ് എ പ്ലസ് ബി ചോദിക്കത്തില്ല, സൈൻ എ മൈനസ് ബി മാത്രം ചോദിക്കും. അങ്ങനെയും വരാം. അപ്പോൾ നിങ്ങളിത് എഴുതി പഠിക്കുക. അടുത്ത പ്രോബ്ലം, ഇഫ് ടാൻ എ ഈസ് ഈക്വൽ ടു 2 ടാൻ ബി ഈസ് ഈക്വൽ ടു 1. എയും ബിയുടെ അക്യൂട്ടാണ്, അതുകൊണ്ട് എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും പോസിറ്റീവാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് തല ഉണ്ടാക്കേണ്ട കാര്യമില്ല. കോസ് എ മൈനസ് ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. കോസ് എ മൈനസ് ബിക്ക് ഫോർമുലയുണ്ട്. കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. അപ്പം കോസ് എ അറിയണം, കോസ് ബി അറിയണം, സൈൻ എ അറിയണം, സൈൻ ബി അറിയണം. തന്നിട്ടുള്ളത് ടാൻ എയും ടാൻ ബിയുമാണ്. അതിൽ നിന്ന് നമ്മൾ സൈൻ എ കോസ് എ സൈൻ ബി കോസ് ബി കണ്ടുപിടിക്കണം. ആദ്യം ഒരു ട്രയാങ്കിൾ വരയ്ക്കും. ഈ ആംഗിൾ എ എന്ന് കൊടുക്കുക. ടാൻ എ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസെന്റ് സൈഡ്. അപ്പോൾ ഇവിടെ 2/1 എന്നാണ് വരേണ്ടത്. 2/1. അപ്പോൾ 2 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ്, 1 എന്ന് പറയുന്നത് അഡ്ജസെന്റ് സൈഡ്. ഹൈപ്പോട്ടന്യൂസ് അറിയത്തില്ല, എക്സ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ അതായത് എക്സ് സ്ക്വയർഡ് is equal to base square 1 squared plus altitude square 2 squared. അപ്പോൾ x squared is equal to 5 എന്ന് വരും. 2 squared 4 ആണ്. 4 ഇത് 1 squared 1. 4 + 1 5. അപ്പോൾ x എന്ന് പറഞ്ഞാൽ √5 എന്ന് വരും. അപ്പോൾ ഇത് √5. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് സൈൻ എയും കോസ് എയും കിട്ടും. സൈൻ എ കോസ് എ. സൈൻ എ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ 2/√5. കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസെന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. 1/√5. അഡ്ജസെന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ സൈൻ എയും കോസ് എയും കിട്ടി. അടുത്ത നമുക്ക് സൈൻ ബിയും കോസ് ബിയും കണ്ടുപിടിക്കണം. അതിന് വീണ്ടും ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുക. ഒരു ആംഗിൾ ബി എന്ന് കൊടുക്കുക. ഈ ആംഗിൾ 90 ഡിഗ്രി. ഇവിടെ ടാൻ ബി 1, അതായത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ്. ഓപ്പോസിറ്റും 1 അഡ്ജസെന്റും 1. 1/1 ആണ് 1 ആവുന്നത്. അപ്പോൾ എന്ത് കിട്ടും? ഇത് 1 എന്ന് എഴുതാം.
ഇത് 1 എന്ന് എഴുതാം. 1 1. അപ്പോൾ ഇത് നമുക്ക് അറിയത്തില്ല, ഹൈപ്പോട്ടന്യൂസ് അറിയത്തില്ല, അത് കണ്ടുപിടിക്കണം. അതിന് നേരത്തെ ചെയ്ത പോലെ എക്സ് സ്ക്വയർഡ് ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. 1 സ്ക്വയർഡ് പ്ലസ് 1 സ്ക്വയർഡ് 2 ആണ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു √2 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു √2. എക്സ് ഇസ് ഈക്വൽ ടു √2. ഇനി നമുക്ക് സൈൻ ബിയും കോസ് ബിയും കണ്ടുപിടിക്കണം. സൈൻ ബി എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 1/√2. കോസ് ബി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 1/√2. ഇതെല്ലാം പ്ലസ് ആണ്, ക്വാഡ്രന്റ് ഫസ്റ്റ് ആയതുകൊണ്ട്. ഇനി നമുക്ക് കോസ് എ മൈനസ് ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. കോസ് എ മൈനസ് ബിയുടെ വാല്യൂ കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. കോസ് എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 1/√5. കോസ് ബിയുടെ വാല്യൂ 1/√2 പ്ലസ് സൈൻ എയുടെ വാല്യൂ 2/√5. സൈൻ ബിയുടെ വാല്യൂ 1/√2 ഇസ് ഈക്വൽ ടു ഇത് 1 × 1 1 ബൈ √5 × √2. അപ്പോൾ √10 എന്ന് വരും. പ്ലസ് ഇത് 2/√10. ഇത് നമ്മൾ ആഡ് ചെയ്താൽ 3. 1 ഉം 2 ആഡ് ചെയ്താൽ 3/√10. ഇതാണ് കോസ് എ മൈനസ് ബിയുടെ വാല്യൂ. 3/√10. ഫസ്റ്റ് ക്വാഡ്രന്റിലായിട്ട് ഇതൊക്കെ പോസിറ്റീവാണ്. ഇതൊക്കെ നിങ്ങൾ എഴുതി പഠിക്കുക. അടുത്ത പ്രോബ്ലം ആണ് tan 75 പ്ലസ് cot 75 ഇസ് ഈക്വൽ ടു 4 എന്ന് പ്രൂവ് ചെയ്യണം. ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ പലരും ഈ കാൽക്കുലേറ്റർ നോക്കിയിട്ട് tan 75യുടെ വാല്യൂ എടുത്തെഴുതും, cot 75യുടെ വാല്യൂ എടുത്തെഴുതും, എന്നിട്ട് ഇസ് ഈക്വൽ ടു 4 എന്ന് ആഡ് ചെയ്തിട്ട് കാണിക്കും. അങ്ങനെ എഴുതിയാലൊന്നും മാർക്ക് കിട്ടത്തില്ല. ഇതിന് ട്രിഗണോമെട്രിയിൽ ആ റിസൾട്ട്സ് അപ്ലൈ ചെയ്തിട്ട് വേണം ഈ പ്രോബ്ലം ചെയ്യാനായിട്ട്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്ക് എടുക്കാം. അതിൽ മൊത്തം രണ്ടും കൂടെ ഒരുമിച്ചെടുക്കണ്ട. നമുക്കിവിടെ എന്തെടുക്കണം, പല രീതിയിൽ ചെയ്യാം. ഒരു രീതിയിൽ തന്നെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. പല രീതിയിൽ നമുക്കിതിന് സോൾവ് ചെയ്യാൻ പറ്റും. ഇതിൽ പല രീതിയിൽ നമുക്കിത് ചെയ്യാം. നോക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇസ് ഈക്വൽ ടു tan 75. tan 75 നമുക്ക് sin 75 ഡിവൈഡഡ് ബൈ cos 75 എന്ന് എഴുതാം. പ്ലസ് cot 75 നമുക്ക് cos 75 ഡിവൈഡഡ് ബൈ ഈ രൂപത്തിൽ എഴുതിയാൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അത് മൾട്ടിപ്പിൾ ആൻഡ് സബ് മൾട്ടിപ്പിൾ ആംഗിളും കൂടെ പഠിച്ചതിന് ശേഷം അത് ചെയ്യാൻ പറ്റും. ഇത് ഫെയിലായി. ഈ രൂപത്തിൽ ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റും, പക്ഷേ അത് ചെയ്യണമെങ്കിൽ മൾട്ടിപ്പിൾ ആംഗിൾസ് പഠിച്ചിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്കിനി ചെയ്യാവുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മൊത്തം എടുക്കണ്ട, tan 75 മാത്രം എടുക്കുക. tan 75 നമുക്ക് tan 45 പ്ലസ് 30 എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു ഇതിപ്പോൾ tan a പ്ലസ് ബി ആണ്. അപ്പോൾ tan a എന്ന് ഞാൻ tan 45 പ്ലസ് tan b. അപ്പോൾ tan a പ്ലസ് tan b ഡിവൈഡഡ് ബൈ 1 മൈനസ് tan a tan b. അപ്പോൾ tan a പ്ലസ് b നമുക്ക് tan a പ്ലസ് tan b ഡിവൈഡഡ് ബൈ 1 മൈനസ് tan a tan b എന്ന് എഴുതാം. tan 45 ഡിഗ്രിയാണ്. tan 45 ഡിഗ്രിയുടെ വാല്യൂ ഒക്കെ നമുക്ക് അറിയാം, 1 ആണ്. അപ്പോൾ 1 പ്ലസ് tan 30യുടെ വാല്യൂ അറിയാം, 1/√3 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1 ഇൻറ്റു 1/√3. tan 45 1ഉം tan 30 എന്ന് പറയുന്നത് 1/√3 ആണ്. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, ഈ 1ഉം √3യും മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ √3 എന്ന് കിട്ടും. ഇതിൻ്റെ താഴെ ഒരു 1 ഉണ്ട്. ആ 1 ഈ 1 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 1 എന്ന് കിട്ടും. അപ്പോൾ √3 പ്ലസ് 1/√3
റൂട്ട് 3 ഡിവൈഡഡ് ബൈ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റൂട്ട് 3 എന്ന് വരും. ഇത് മൈനസാണ്, അപ്പോൾ മൈനസ്. ഇവിടെ താഴെ 1 ഉണ്ട്, ഇവിടുത്തെ 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1, അപ്പോൾ റൂട്ട് 3 മൈനസ് 1 ബൈ റൂട്ട് 3. ഈ റൂട്ട് 3യും വെട്ടിപ്പോകും. ആൻസർ റൂട്ട് 3 പ്ലസ് 1 ബൈ റൂട്ട് 3 മൈനസ് 1. ഇതാണ് tan 75. ടാനിനെ തിരിച്ചിട്ടാലാണ് കോട്ട് കിട്ടുന്നത്. അപ്പം കോട്ട് 75 ഇസ് ഈക്വൽ ടു ഇതിനെ തിരിച്ചിട്ടാൽ റൂട്ട് 3 മൈനസ് 1 മേളിൽ പോകും, താഴെ റൂട്ട് 3 പ്ലസ് 1 വരും. അപ്പോൾ tan 75ഉം കോട്ട് 75ഉം നമുക്ക് കിട്ടി. ഇനി ഇത് തമ്മിൽ ആഡ് ചെയ്യണം. tan 75 പ്ലസ് കോട്ട് 75 ഇസ് ഈക്വൽ ടു ആദ്യം tan 75 എഴുതണം. റൂട്ട് 3 പ്ലസ് 1 ബൈ റൂട്ട് 3 മൈനസ് 1 പ്ലസ് റൂട്ട് 3 മൈനസ് 1 ബൈ റൂട്ട് 3 പ്ലസ് 1. ആ വാല്യൂ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി സിംപ്ലിഫൈ ചെയ്യണം, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ റൂട്ട് 3 പ്ലസ് 1 ദി ഹോൾ സ്ക്വയർഡ് എന്ന് വരും, പ്ലസ് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ റൂട്ട് 3 മൈനസ് 1 ദി ഹോൾ സ്ക്വയർഡ് എന്ന് വരും. റൂട്ട് 3 പ്ലസ് 1 ഇൻറ്റു റൂട്ട് 3 പ്ലസ് 1 ഈസ് റൂട്ട് 3 പ്ലസ് 1 ദി ഹോൾ സ്ക്വയർഡ്. റൂട്ട് 3 മൈനസ് 1 ഇൻറ്റു റൂട്ട് 3 മൈനസ് 1 ഈസ് റൂട്ട് 3 മൈനസ് 1 ദി ഹോൾ സ്ക്വയർഡ് ഡിവൈഡഡ് ബൈ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. റൂട്ട് 3 മൈനസ് 1 ഇൻറ്റു റൂട്ട് 3 പ്ലസ് 1 ഇസ് ഈക്വൽ ടു ഇത് എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർഡ് ആണ്. എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർഡ് നമുക്ക് എ സ്ക്വയർഡ് പ്ലസ് ബി സ്ക്വയർഡ് പ്ലസ് 2ab എന്ന് എഴുതാം. അപ്പോൾ എ സ്ക്വയർഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് 3 സ്ക്വയർഡ് 3 പ്ലസ് ബി സ്ക്വയർഡ് എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർഡ് 1 പ്ലസ് 2ab 2 ഇൻറ്റു റൂട്ട് 3 ഇൻറ്റു 1 2 റൂട്ട് 3 പ്ലസ് 2 റൂട്ട് 3. ശ്രദ്ധിക്കണം, റൂട്ട് 3 പ്ലസ് 1 ദി ഹോൾ സ്ക്വയർഡ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർഡ് ആണ്. അതിൻ്റെ റിസൾട്ട് എ സ്ക്വയർഡ് പ്ലസ് ബി സ്ക്വയർഡ്. എ സ്ക്വയർഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് 3യുടെ സ്ക്വയർ 3 പ്ലസ് ബി സ്ക്വയർഡ് എന്ന് പറഞ്ഞാൽ 1ൻ്റെ സ്ക്വയർ 1, അപ്പോൾ എ സ്ക്വയർഡ് പ്ലസ് ബി സ്ക്വയർഡ് പ്ലസ് 2ab പ്ലസ് 2 ഇൻറ്റു റൂട്ട് 3 ഇൻറ്റു 1 2 റൂട്ട് 3 പ്ലസ് ഇത് എ മൈനസ് ബി ദി ഹോൾ സ്ക്വയർഡ്. എ മൈനസ് ബി ദി ഹോൾ സ്ക്വയർഡ് അപ്പോൾ എ സ്ക്വയർഡ് പ്ലസ് ബി സ്ക്വയർഡ് മൈനസ് 2ab. എ സ്ക്വയർഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് 3 സ്ക്വയർഡ് 3 പ്ലസ് ബി സ്ക്വയർഡ് എന്ന് പറഞ്ഞാൽ 1ൻ്റെ സ്ക്വയർ 1 മൈനസ് 2ab, അപ്പോൾ മൈനസ് 2 റൂട്ട് 3 ഡിവൈഡഡ് ബൈ ഇത് എ മൈനസ് ബിയും ഇത് എ പ്ലസ് ബിയും ആണ്. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർഡ് മൈനസ് ബി സ്ക്വയർഡ്. എ സ്ക്വയർഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് 3 സ്ക്വയർഡ് 3 മൈനസ് ബി സ്ക്വയർഡ് എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർഡ് 1 3 മൈനസ് 1. ഈ 2 റൂട്ട് 3യും മൈനസ് 2 റൂട്ട് 3യും ക്യാൻസൽ ആവും. ഇത് 4 ഇത് 4 പ്ലസ് 4 8 ബൈ 2 ഇസ് ഈക്വൽ ടു 4 ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ എഴുതി പഠിക്കണം, പലതവണ എഴുതി പഠിക്കണം. ഇതേപോലെ തന്നെ വേറൊരു പ്രോബ്ലം ഉണ്ട്. ഇത് സെയിം മെത്തേഡ് തന്നെ. പ്രൂവ് ദാറ്റ് tan 15 പ്ലസ് cot 15 is equal to 4. tan 15 plus cot 15 is equal to 4. അപ്പോൾ ഇതിന് നമുക്ക് tan 15 നമുക്ക് tan 45 മൈനസ് 30 എന്ന് എഴുതാം. നേരത്തെ tan 75 45 പ്ലസ് 30 ഇത് tan a മൈനസ് ബി എന്ന് വരും. അപ്പോൾ ഇതേപോലെ സിംപ്ലിഫൈ ചെയ്ത് വരണം. ഇവിടെ മൈനസ് വരുമെന്നേ ഉള്ളൂ, ഇവിടെ മൈനസ് വരും, ഇത് പ്ലസ് വരും. അപ്പം tan 15 എന്ന് പറയുന്നത് ഇത് വരും. tan 15 എന്ന് പറയുന്നത് ഇതായിരിക്കും tan 15. അടുത്തപോലെ cot 15 എന്ന് പറയുന്നത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ ഇത് കിട്ടും. അപ്പോൾ രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ ഇത് തന്നെ കിട്ടുന്നത് 4 തന്നെ കിട്ടും. അപ്പോൾ അത് നിങ്ങൾ ഹോംവർക്കായിട്ട് വീട്ടിൽ വെച്ച് ചെയ്യണം. ഞാനത് ചെയ്യുന്നില്ല, നിങ്ങളത് എഴുതി പഠിക്കണം. അപ്പോൾ 2 പ്രോബ്ലം നിങ്ങൾ ചെയ്യണം. ഇത് മാറി മാറി ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. അടുത്ത പ്രോബ്ലം, if a plus b is equal to 45 degree, then show that 1 plus tan a into 1 plus tan b is equal to 2. നോക്കാം, ഇവിടെ തന്നിരിക്കുന്നത് a plus b 45 ഡിഗ്രി എന്നാണ്. tan a plus b എന്ത് വരും?
എ പ്ലസ് ബി 45 ഡിഗ്രി ആകുമ്പോൾ ടാൻ എ പ്ലസ് ബി എന്ന് പറയുന്നത് ടാൻ 45 ആണ്. ടാൻ 45 ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ടാൻ എ പ്ലസ് ബി 1 എന്ന് വരും. ടാൻ എ പ്ലസ് ബിയുടെ ഫോർമുല എഴുതണം. ഫോർമുല എന്താണ്? ടാൻ എ പ്ലസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി ഇസ് ഈക്വൽ ടു 1. അപ്പോൾ നമ്മൾ ചെയ്തത് എ പ്ലസ് ബി 45 ഡിഗ്രി തന്നിട്ടുണ്ട്. എ പ്ലസ് ബി 45 ഡിഗ്രി ആകുമ്പോൾ ടാൻ എ പ്ലസ് ബി 1 ആണെന്ന് നമുക്കറിയാം. നമുക്കിവിടെ ആൻസറിലെല്ലാം ടാൻ ആണ് വരേണ്ടത്. അതുകൊണ്ടാണ് ടാൻ എ പ്ലസ് ബി എന്നെടുത്തത്. അപ്പോൾ എന്തെഴുതാം ഇവിടെ? ടാൻ എ പ്ലസ് ടാൻ ബി ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി ഇസ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ ഡിനോമിനേറ്ററിലുള്ള ഈ ക്വാണ്ടിറ്റി കൊണ്ട് ഈ 1നെ മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ടാൻ എ പ്ലസ് ടാൻ ബി, റൈറ്റ് സൈഡിൽ 1 മൈനസ് ടാൻ എ ടാൻ ബി. ലെഫ്റ്റ് സൈഡിൽ ടാൻ എ പ്ലസ് ടാൻ ബി, റൈറ്റ് സൈഡിൽ 1 മൈനസ് ടാൻ എ ടാൻ ബി എന്ന് വരും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ചെയ്യേണ്ടത് ഈ മൈനസ് ടാൻ എ ടാൻ ബിയെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരിക. അപ്പോൾ ടാൻ എ പ്ലസ് ടാൻ ബി ഇതിനെ ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ പ്ലസ് ആവും. പ്ലസ് ടാൻ എ ടാൻ ബി ഇസ് ഈക്വൽ ടു 1. നമുക്കറിയാം ആൻസറിൽ 2 എന്ന് വരണം. അപ്പോൾ റൈറ്റ് സൈഡിൽ 1 ഉള്ളൂ. അപ്പോൾ റൈറ്റ് സൈഡിൽ 2 എന്ന് വരണം. അപ്പോൾ ഒരു 1 ആഡ് ചെയ്യണം. റൈറ്റ് സൈഡിൽ മാത്രമായിട്ട് 1 ആഡ് ചെയ്യാൻ പറ്റത്തില്ല. 1 ആഡ് ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് സൈഡിലും ആഡ് ചെയ്യണം, റൈറ്റ് സൈഡിലും ആഡ് ചെയ്യണം. ഇപ്പോൾ രണ്ട് സൈഡിലും 1 ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ആഡ് ചെയ്യുമ്പോൾ 1 പ്ലസ് ടാൻ എ പ്ലസ് ഇവിടെ ഒരു ടാൻ ബി കോമൺ ഉണ്ട്. ഇവിടെ ഒരു ടാൻ ബി, ഇവിടെ ഒരു ടാൻ ബി. ഇപ്പോൾ ഇതിൽ രണ്ടിലും ടാൻ ബി കോമൺ. ആ ടാൻ ബി പുറത്തെടുക്കണം. ഇത് ശ്രദ്ധിക്കണം. നിങ്ങൾ 1 ആഡ് ചെയ്ത കാര്യമൊക്കെ ഞാൻ എഴുതുന്നില്ല, പറയുന്നതേ ഉള്ളൂ. ആ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കണം. അപ്പോൾ ഇവിടെ രണ്ടിടത്തും 1 ആഡ് ചെയ്തു. 1 ആഡ് ചെയ്യപ്പോൾ ഇവിടെ ഒരു 1 വരും. അപ്പോൾ 1 പ്ലസ് ടാൻ എ അതിങ്ങനെ എഴുതി, ഈ ബ്രാക്കറ്റിൽ എഴുതി 1 പ്ലസ് ടാൻ എ. എന്നിട്ട് ഇവിടെ ഒരു ടാൻ ബി ഉണ്ട്, ഇവിടെ ഒരു ടാൻ ബി ഉണ്ട്. ആ ടാൻ ബി കോമൺ എടുത്തു. ഇവിടെ നിന്ന് ടാൻ ബി പോയാൽ പിന്നെ 1 ആണ്. പ്ലസ് ഇവിടുത്തെ ടാൻ ബി പോയാൽ പിന്നെ ടാൻ എ. റൈറ്റ് സൈഡിൽ 1 കൂടെ ആഡ് ചെയ്തു. 1ൻ്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്തു. ഇനി അത് നോക്കിയാൽ ഇവിടെ ഈ ബ്രാക്കറ്റ് 1 പ്ലസ് ടാൻ എ, ഈ ബ്രാക്കറ്റ് 1 പ്ലസ് ടാൻ എ. അപ്പോൾ 1 പ്ലസ് ടാൻ എ കോമൺ ആണ്. ആ 1 പ്ലസ് ടാൻ എ പുറത്തെടുക്കണം. 1 പ്ലസ് ടാൻ എ പുറത്തെടുത്തു. 1 പ്ലസ് ടാൻ എ പുറത്തെടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും? 1 പ്ലസ് ടാൻ എ പോയാൽ പിന്നെ 1 ആണ്. പ്ലസ് ഇവിടുത്തെ 1 പ്ലസ് ടാൻ എ പോയാൽ പിന്നെ ടാൻ ബി ഇസ് ഈക്വൽ ടു 2. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇതൊക്കെ പഴയ സിലബസും പ്രകാരം ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ടിരുന്ന പ്രോബ്ലംസ് ആണ്. പുതിയ സിലബസിൻ്റെ കേസിൽ എന്താണെന്ന് നമുക്കറിയത്തില്ല, ചോദിക്കുകയില്ലെന്ന് അറിയത്തില്ല. എന്തായാലും ഇതൊക്കെ പഠിക്കുക, ഇമ്പോർട്ടൻ്റ്.